നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 4. ഈ ഭാഗത്ത് ഓട്ടോമാറ്റിക് മെയിൻ സ്പീഡർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഭാഗം 3 നിന്നും തുടരുകയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ 2 ഇൻകമർ മാത്രമുള്ള പാനലിലെ പവർ ട്രാൻസ്ഫറാണ് പഠിച്ചത്. ഇനി 2 ഇൻകമിംഗ് ബ്രേക്കറുകളും ഒരു ബസ് കപ്ലറുമുള്ള MSBയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് കാണാം. ഈ പാനലിൽ എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ, അതായത് അത്യാവശ്യമുള്ളതും ഇല്ലാത്തതുമായ 2 വിഭാഗങ്ങളായിട്ടാണ് ഈ പാനൽ തിരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് ഒരു ബസ് കപ്ലർ ഉപയോഗിച്ച് യോജിപ്പിച്ചിരിക്കുന്നു. പവർ ട്രാൻസ്ഫറിൻ്റെ പ്രവർത്തനം 2 ഇൻകമർ മാത്രമുള്ള പാനലിൻ്റെതിന് സമാനമാണ്. പക്ഷേ ഇതിനൊരു ചെറിയൊരു വ്യത്യാസമുള്ളത് മെയിൻ ഇൻകമിംഗ് ബ്രേക്കറുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്ന ബസ് കപ്ലർ മാത്രമാണ്. അതായത് മെയിൻ ബ്രേക്കർ ക്ലോസ് ആകുമ്പോൾ ബസ് കപ്ലറിന് ക്ലോസിംഗ് സിഗ്നൽ ലഭിക്കുകയും അത് ക്ലോസ് ആവുകയും ചെയ്യും. പ്രധാന ബ്രേക്കർ ഓപ്പൺ ആണെങ്കിൽ ബസ് കപ്ലർ ഓപ്പൺ ആവും. സാധാരണ സാഹചര്യങ്ങളിൽ പ്രധാന ഇൻകമിംഗ് വിഭാഗത്തിൽ നിന്നുള്ള പവർ ബസ് കപ്ലർ ഉപയോഗിച്ച് പാനലിൻ്റെ 2 വിഭാഗങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ഈ സമയം സെക്കൻഡറി ബ്രേക്കർ ഓപ്പൺ ആയിരിക്കും. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാന പവർ, അത് മെയിൻ പവർ നിലച്ചു എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ MPFR ഓഫ് ആവുന്നു. തുടർന്ന് റിലേ K1 ഓഫ് ആവുകയും ചെയ്യും. മെയിൻ സൈഡിലെ പവർ നിലയ്ക്കുന്നതോടെ മെയിൻ ബ്രേക്കറും ബസ് കപ്ലറും ഓപ്പൺ ആവുകയും ചെയ്യും. ഓഫ് ഡിലേ ടൈമർ K4 ജനറേറ്റർ സ്റ്റാർട്ട് ആവുന്നതിന് ഒരു സിഗ്നൽ അയക്കുന്നു. ജനറേറ്ററിൽ നിന്നുള്ള വോൾട്ടേജ് കൺട്രോൾ സർക്യൂട്ടിൽ എത്തുന്നതോടെ വോൾട്ടേജ് ശരിയാണെന്ന് കണ്ടെത്തിയാൽ GPFR ഓൺ ആവും. തുടർന്ന് റിലേ K2 ഓൺ ആവുകയും സെക്കൻഡറി കൺട്രോൾ പവർ സർക്യൂട്ടിൽ പവർ ലഭിക്കുകയും ചെയ്യുന്നു. പാനലിലെ സെക്കൻഡറി സൈഡ് ബ്രേക്കർ ഓൺ ആവാൻ കൺട്രോൾ സർക്യൂട്ട് ഒരു സിഗ്നൽ അയക്കുന്നു. പാനലിന്റെ സെക്കൻഡറി സൈഡ് ജനറേറ്റർ പവറിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ സമയം ബസ് കപ്ലർ ഓഫ് ആയിരിക്കും. എസെൻഷ്യൽ സൈഡ്, അതായത് സെക്കൻഡറി സൈഡ് മാത്രമായിരിക്കും പവർ ലഭിക്കുക. ആറ് മുതൽ 8 സെക്കൻഡിനുള്ളിൽ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാകും. യൂട്ടിലിറ്റി പവർ പുനഃസ്ഥാപിക്കുമ്പോൾ MPFR വോൾട്ടേജിന്റെ സ്ഥിരത ഉറപ്പാക്കിയതിനു ശേഷം ഓൺ ആകുന്നു. ജനറേറ്റർ ഓഫ് ആകുന്നതിന് ഓഫ് ഡിലേ ടൈമർ K4 സിഗ്നൽ അയക്കുകയും ചെയ്യുന്നു. ജനറേറ്ററിലെ വൈദ്യുതി കുറയുന്നതോടെ GPFR ഓഫ് ആകുന്നു. തുടർന്ന് K2 ഓഫ് ആകുന്നതിനാൽ സെക്കൻഡറി പവർ നഷ്ടപ്പെടുകയും സെക്കൻഡറി ബ്രേക്കർ ഓഫ് ആവുകയും ചെയ്യും. K1 ഓൺ ആവാനായിട്ട് MPFR ഉടനെ സിഗ്നൽ അയക്കുന്നു. ഈ സിഗ്നൽ മെയിൻ ഇൻകമിംഗ് ബ്രേക്കർ ഓൺ ആവുകയും അടുത്ത നിമിഷം ബസ് കപ്ലർ അതോടൊപ്പം തന്നെ ക്ലോസ് ആവുകയും ചെയ്യും. പൂർണ്ണ പാനൽ യൂട്ടിലിറ്റി പവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു.
10 സെക്കൻഡിനുള്ളിൽ പ്രധാന പവർ ഉപയോഗിച്ച് പൂർണ്ണ പാനൽ തയ്യാറാവും. AMF കൺട്രോൾ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം വിശദമായി ഒരു വീഡിയോയിലൂടെ നമുക്കിവിടെ കാണാം. രണ്ട് ഇൻകമിംഗ് ബ്രേക്കറുകളും ഒരു ബസ് കപ്ലറുമുള്ള MSBയുടെ ചിത്രമാണിത്. MSBയുടെ പ്രവർത്തനം ഈ ലൈവ് വീഡിയോയിൽ നമുക്ക് കാണാം. മെയിൻ ബ്രേക്കറും ബസ് കപ്ലറും ഓണാണ്. മെയിൻ പവർ നഷ്ടമായി ജനറേറ്റർ സ്റ്റാർട്ടാവുകയും സെക്കൻഡറി പവർ സെക്കൻഡറി ബ്രേക്കറിൽ എത്തുന്നു. സെക്കൻഡറി ബ്രേക്കർ ഓണായി. സെക്കൻഡറി പവർ ഓഫായി. ജനറേറ്ററിലേക്ക് സ്റ്റോപ്പ് സിഗ്നൽ പോയി. മെയിൻ പവർ ഓണായി. തുടർന്ന് ബസ് കപ്ലർ ഓണായി. ഇങ്ങനെ പാനൽ നോർമൽ സ്റ്റേജിലേക്ക് എത്തി. ഭാഗം 3-ൽ PFR ഉപയോഗിച്ച് കൺട്രോൾ സർക്യൂട്ടിൽ നൽകിയിരിക്കുന്ന ഇന്റർലോക്കുകൾ നമ്മൾ പഠിച്ചു. PFRൽ സാധാരണയായി നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ് എന്നീ 2 കോണ്ടാക്റ്റുകൾ ഉണ്ടായിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ L1, L2, L3, N എന്നിവ വൈദ്യുതി വിതരണവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ PFR വോൾട്ടേജിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. പവർ പോയിന്റുകളിൽ വൈദ്യുതി എത്തുമ്പോൾ PFR ഓൺ ആവുകയും അതുമായി ബന്ധപ്പെട്ട കോണ്ടാക്റ്റുകളും ഒപ്പം ആക്റ്റീവ് ആവുകയും ചെയ്യും. PFRന്റെ NO കോണ്ടാക്റ്റുകൾ മെയിൻ, സെക്കൻഡറി എന്നിവയുടെ സർക്യൂട്ടിലെ ഇന്റർലോക്കുകളുമായി പ്രവർത്തിക്കും. PFRന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ നിയന്ത്രണ ഭാഗത്ത്, അതായത് കൺട്രോൾ ഭാഗത്ത് വിശദമാക്കുന്നുണ്ട്. ഇന്റർലോക്ക് വിശദീകരിക്കുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിലേ K1ന്റെ കോയിലിലേക്കുള്ള പവർ സപ്ലൈ GPFR, റിലേ K2 എന്നിവയുടെ NC വഴി കൺട്രോൾ ചെയ്യുന്നത്. റിലേ K1 ഓൺ ആകുമ്പോൾ മാത്രമേ മെയിൻ ബ്രേക്കറിന്റെ കൺട്രോളിൽ പവർ ലഭ്യമാവൂ എന്നത് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് മെയിൻ ബ്രേക്കറിന്റെ കൺട്രോളിൽ പവർ ലഭിക്കുന്നതിനും GPFR, റിലേ K2 എന്നിവ ഓഫിൽ ആയിരിക്കണം. സെക്കൻഡറി ബ്രേക്കറിനും ഇതേ യുക്തി ബാധകമാണ്. MPFR, റിലേ K1 എന്നിവയുടെ NC വഴിയാണ് റിലേ K2ന്റെ കോയിലിലേക്കുള്ള പവർ വിതരണം കൺട്രോൾ ചെയ്യുന്നത്.
റിലേ K2 ഓൺ ആകുമ്പോൾ മാത്രമേ സെക്കൻഡറി ബ്രേക്കറിൻ്റെ കൺട്രോളിൽ പവർ ലഭ്യമാകൂ. അതായത് സെക്കൻഡറി ബ്രേക്കർ കൺട്രോളിൽ പവർ ലഭിക്കുന്നതിന് MPFR, റിലേ K1 എന്നിവ ഓഫിൽ ആയിരിക്കണം. പാർട്ട് 4 ഇവിടെ അവസാനിച്ചു. കൺട്രോൾ സർക്യൂട്ടിൻ്റെ പഠനവും കോമ്പണൻറ്റുകളുടെ പ്രവർത്തനവും കൺട്രോൾ വിഭാഗത്തിൽ കൂടുതൽ നൽകിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.